ടാസ്ക് ചെയ്തുകൊണ്ടാണ്. ബട്ട് ഈ ടാസ്കിലില്ല അധികം ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയായിരിക്കും. ബട്ട് ഇൻസ്റ്റാൾ ചെയ്തതായാലും നമ്മൾ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതേ സെയിം ഡിവൈസിൽ Paytm നമ്പറിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ ബഗ് ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു 25 രൂപ ഇന്ന് തന്നെ വിഡ്രോ അടിക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണുക. ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിഡ്രോ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 9 മണിക്ക് ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ഡെയിലി വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം നിങ്ങൾ ചെയ്ത് വെക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും കൂടി വെച്ച് നോക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ കണ്ടെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഐസ്ലാൻഡ് എന്ന് വായിക്കുമെങ്കിൽ ഐലൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടായില്ലത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയ ശേഷം ആക്സെപ്റ്റ് അടിക്കുക, ആക്സെപ്റ്റ് കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എന്നുള്ളതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ആക്സെപ്റ്റ് കണ്ടിന്യൂ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള കാണാൻ പറ്റും. സോ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ജിമെയിൽ ആൻഡ് പാസ്വേഡ്, ഓക്കെ, ഒരു ജിമെയിൽ ഒരു പാസ്വേഡും വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് Gainplay, ഓക്കെ, Gainplay അല്ലെങ്കിൽ Gainplay എന്ന് വെച്ചാൽ GAINT പ്ലേ. ഓക്കെ, ഇതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ അങ്ങനെ സെർച്ച് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ അവിടെ പോയിട്ട് ചെയ്യുക. ഓക്കെ, 1 ലക്ഷം ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, 4.6 റേറ്റിംഗ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. സോ ഓപ്പൺ ആക്കിയിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതെന്ത് ഇവിടെ കിടണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ എന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവരുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറേ കൂടിപ്പോയി. ഓക്കെ, അവരുടെ ഇൻ്റർഫേസിലോടാവും അതിൽ അന്നേരം സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് അടിച്ച ശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ച ശേഷം ആക്സെപ്റ്റ് ചെയ്യുക അവരുടെ പോളിസി. സോ അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫുൾ നെയിം, അതിനുശേഷം ഇമെയിൽ, അതിനുശേഷം യൂസർ നെയിമും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അത് കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇപ്പം ഐസ്ലാൻഡ് പ്ലേ സ്റ്റോറിൽ സൈൻ ചെയ്ത ആ ഒരു ജിമെയിലില്ലേ, ആ ഒരു ജിമെയിൽ തന്നെ ഇതിൽ കൊടുക്കുന്നത് നല്ല രീതിയിൽ ബെറ്റർ ആയിരിക്കും. സോ അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു യൂസർ നെയിം കൊടുക്കാം. സോ ആ ഒരു യൂസർ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പറും കൂടി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ പേരിൻ്റെ അപ്പുറം. സോ അതിനുശേഷം ഒരു പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നെടുത്ത് നോക്കിയിട്ട് ഒരു പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ബട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഓഫർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ടോപ്പ് ഓഫേഴ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ടോപ്പ് ഓഫേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഇഷ്ടം നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ സർവേ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ടോപ്പ് ഓഫേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഇഷ്ടം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അൺഅക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. സോ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് പേടിക്കേണ്ട, രജിസ്റ്റർ ചെയ്തവരും പേടിക്കേണ്ട. സംഭവം നമ്മൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത് ബൈപ്പാസ് ട്രിക്കാണ്. സോ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഐസ്ലാൻഡിലോട്ടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഐസ്ലാൻഡ് പ്ലേ സ്റ്റോറിൽ നോർമൽ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം ടെമ്പ് മെയിൽ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ടെമ്പ് മെയിൽ. ഓക്കെ, പിന്നെ അത് കണക്കത്തിന് ഗൂഗിളിൽ പോയ ശേഷം സെക്കൻഡ് ലൈൻ ആപ്പ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമതൊരു സെക്കൻഡ് ലൈൻ US ഫോൺ നമ്പർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പ്ലേ സ്റ്റോറിലിട്ടേക്കും. അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ നോർമലി പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വളരെയധികം പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് ലൈനിലോട്ടേക്ക് പോകണം. ഓക്കെ, സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. സോ ഓപ്പൺ ആക്കിയ ശേഷം സൈനപ്പ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ജിമെയിൽ ഒരു പാസ്വേഡും വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. ഓക്കെ, ജിമെയിലിൻ്റെ ഒരു പാസ്വേഡും വെച്ച് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ സ്കിപ്പ് എന്നിൽ അടിക്കണം, ഡോൺ സ്കിപ്പ് എന്നിൽ അടിക്കണം. അതിനുശേഷം സെറ്റപ്പ് നൗ എന്നിൽ കൊടുക്കണം. അതിനുശേഷം ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം യൂസ് മൈ ലൊക്കേഷൻ എന്നില്ല എന്നെ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഒരു US ഫോൺ നമ്പർ കിട്ടുന്നതായിരിക്കും. സോ 760 അല്ലെങ്കിൽ 750 തുടങ്ങുന്ന ഫോൺ നമ്പർ കിട്ടുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക. മേലെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഓരോ പുതിയ ഫോൺ നമ്പർ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ കാണുന്ന 40 സെക്കൻഡിൽ പുതിയ ഫോൺ നമ്പർ കിട്ടുന്നതാണ്. സോ ഫ്രീ എന്നുള്ള സെക്ഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഒരു 760 അല്ല 700 വരുന്ന എല്ലാ നമ്പറും 700 വരുന്ന നമ്പർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. 800 600 വരുന്ന സെലക്ട് ചെയ്യരുത്. ഓക്കെ, 700 വരുന്ന മാത്രം. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുകയാണ്. നേരെ ടെമ്പ് മെയിൽ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോവുകയാണ്. നിങ്ങൾ ആ ട്രൈ സബ്സ്ക്രൈബ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ അതിന് ക്ലിക്ക് ചെയ്ത ശേഷം ക്ലോസ് ചെയ്താൽ മതി. സോ ക്ലോസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു ജിമെയിൽ കിട്ടുന്നതായിരിക്കും. സോ ജിമെയിലല്ല ഇമെയിൽ. ഓക്കെ, ഇമെയിൽ ഒരു മെയിൽ. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ Gainplay എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. നമ്മുടെ ആ ഒരു അൺഅക്കാദമിൻ്റെ ഓഫറിൽ വ്യൂ ഓഫർ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഓഫർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ ക്രോമിലോട്ടേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ക്രോമിൽ റീഡയറക്റ്റ് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിലോട്ടേക്കും. പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം അൺഅക്കാദമി ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിനോടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വരിക.
വരിക. ഓക്കെ, പിന്നെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പേടിക്കണം, നമ്മൾ ഫുൾ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതാ ലെവൽ അല്ലേ? അപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നില്ല കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഇവിടെ ആ കൺട്രി കോഡ് എന്നില്ലെടുത്ത് നിങ്ങൾക്ക് +1 എന്ന് വരുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നമ്മൾ ഞാൻ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാനഡയുടെ +1 വരുന്നുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷനിലോട്ടേക്ക് വന്നതിന് ശേഷം ആ ഒരു ഫോൺ നമ്പർ ജസ്റ്റ് അമർത്തി ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി ആയിട്ട് വരുന്നതായിരിക്കും. സോ ആ ഒരു ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം 18 years എബോവ് എന്നില്ല തന്നെ കറക്റ്റ് കൊടുക്കണം. സോ 18 years എബോവ് എന്നില്ല നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നിടത്ത് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ അടുക്കുക ഞാൻ വീണ്ടും 18 years എബോവ് എന്നിൽ കൊടുക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഫുൾ നെയിമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഫുള്ള് തെറ്റിയിട്ടായില്ല. അപ്പം ഫുൾ നെയിം കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്നില്ല കൊടുക്കേണ്ട സ്ഥലത്ത് എന്താ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നീട് ഫുൾ നെയിം കൊടുക്കും ഫേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇമെയിൽ അഡ്രസ്സിൽ കൊടുക്കേണ്ട ശേഷം നമ്മൾ നേരെ നമ്മുടെ ടെംമെയിൽ എന്നുള്ള ആപ്ലിക്കേഷനിലോട്ടേക്ക് ടെംമെയിൽ എന്ന ആപ്ലിക്കേഷനിലോട്ടേക്ക് വെച്ച് ജസ്റ്റ് കോപ്പി എന്നിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഇമെയിൽ. സോ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ തന്നെയല്ലേ? ഓക്കെ, അതിനുശേഷം നമ്മുടെ ആ ഒരു ഫേക്ക് മൊബൈൽ നമ്പറിലോട്ടേക്ക് സെക്കൻഡ് ലൈനിലോട്ടേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ ഒരു OTP നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇവിടെ 488 319 ഒരു OTP. സോ ആ ഒരു OTP നമ്മുടെ ഇതിലോട്ടേക്ക് വന്ന ശേഷം ആയിരിക്കും. കോപ്പിയും ചെയ്യാൻ പറ്റില്ല. OTP കോപ്പിയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നല്ല ഇതിലായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. സോ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തതിന് ശേഷം വെരിഫൈ എന്നില്ല കൊടുക്കുക. ഓക്കെ, അങ്ങനെ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം സെർച്ച് ഗോൾ എന്നെടുത്ത് നിങ്ങളിപ്പം 18+ അല്ലേ കൊടുത്തു. അപ്പം കുറച്ച് നല്ലൊരു വലിയ ഹയർ പൊസിഷനിൽ ഇതൊക്കെ കൊടുക്കുക, ചെറുവറ കൊടുക്കുക. അതിനുശേഷം ഇംഗ്ലീഷിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സോ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം കസ്റ്റമൈസിങ് യുവർ എക്സ്പീരിയൻസ് അൺഅക്കാദമി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ട്രൈ അൺഅക്കാദമി ഫോർ ഫ്രീ എന്നില്ല കൊടുക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ടേക്ക് തിരിച്ചു വരിക. സോ ആപ്ലിക്കേഷനിലോട്ടേക്ക് തിരിച്ചു വരിക. കുറച്ച് സമയം ആടുന്നതിന് ശേഷം അന്നേരത്ത് നിങ്ങൾക്ക് കോയിൻ ആഡ് ആവില്ല. ഓക്കെ, നമ്മൾ ചെയ്ത് വെറുതെ നൈറ്റ് ഗൈസ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. കോയിൻ ആഡ് ആവുന്നത് കാണിച്ചിട്ട് തിരുമ്പി വന്നിട്ട് എന്ന് കാണിച്ചുതരാം. സോ നമ്മൾ കുറച്ച് സമയം വീണ്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പം ഇത് ജസ്റ്റ് ഒന്ന് വോയിസ് ഓറാവും കേട്ടോ. വീഡിയോ ചെയ്തപ്പോൾ വിചാരിച്ച് സംഭവം പോയിട്ടാ അവിടെ കാണുന്നില്ല 18 കോയിൻ ആഡ് ആയിട്ടുള്ളത്. സോ അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 18 കോയിൻ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 18 കോയിൻ്റെ വാല്യൂ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളൊരു 33 കോയിൻ ആയാലും നിങ്ങൾക്ക് 25 രൂപ കിട്ടും. ഓക്കെ, 33 കോയിൻ എങ്ങനെ ആക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടീഷൻ ഇൻസ്റ്റാൾ ഓപ്പണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ നമുക്ക് IRL എന്നുള്ള ആപ്ലിക്കേഷൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. IRL എന്നുള്ള ആപ്ലിക്കേഷൻ. സോ IRL എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ IRL എന്നുള്ള ആപ്ലിക്കേഷൻ വ്യൂ ഓഫേഴ്സ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ഓഫർ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരെ ക്രോമിലോട്ടേക്കും പോയതിനു ശേഷം നേരെ പ്ലേ സ്റ്റോറിലോട്ടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ IRL എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് 1 മിനിറ്റ് ആ ഒരു ആപ്ലിക്കേഷൻ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. വെറും 1 മിനിറ്റ് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സ്പെൻഡ് ചെയ്യുക. വേറെ ഒരു ആപ്ലിക്കേഷനിലോട്ടേക്ക് പോയിട്ട് നിങ്ങൾ സമയം കളയരുത്, ഇതാക്കരുത്, അന്നേരം ട്രാക്ക് ആവില്ല. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ 1 മിനിറ്റ് നിൽക്കുക. രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ 1 മിനിറ്റ് ശേഷം തിരിച്ച് ആപ്ലിക്കേഷനിലോട്ടേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് പോയിട്ട് റീഫ്രഷ് അടിക്കുമ്പോൾ 23 കോയിൻ ആയിട്ടുണ്ട്. 18 കോയിൻ എന്നുള്ളത് 23 കോയിൻ ആയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നില്ല നമുക്ക് ജസ്റ്റ് നോക്കണം. അതിനുശേഷം ബോലോ ലൈവ് എന്നുള്ള ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വ്യൂ ഓഫേഴ്സ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ഓഫർ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രോമിലോട്ടേക്കും നേരെ പ്ലേ സ്റ്റോറിലോട്ടേക്ക് റീഡയറക്റ്റ് ആവും. അതിനുശേഷം ബോലോ ലൈവ് സ്ട്രീം ആൻഡ് വീഡിയോസ് ആയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തതിനു ശേഷം 1 മിനിറ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുക, വേറെ എവിടെയും പോകരുത്. ഓക്കെ, 1 മിനിറ്റ് കറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മിനിറ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അതിനിടയ്ക്ക് നിങ്ങൾ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ഇപ്പം തന്നെ ലൈക്ക് കൊടുത്ത് ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ലിങ്ക്, അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്തായാലും 1 മിനിറ്റ് എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ച് ആപ്ലിക്കേഷനിലോട്ടേക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് 30 കോയിൻ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതേപോലെ ഒരു 33 കോയിൻ ആക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷനും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ശേഷം നമുക്ക് ഇഷ്ടം സെർച്ച് ചെയ്യാതെ നല്ലൊരു ആപ്ലിക്കേഷൻ എന്നെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്ടം താഴോട്ടേക്ക് വരികയാണ്. നമ്മളുടെ സെപ്റ്റോ എന്നില്ല കാണാൻ പറ്റും. സെപ്റ്റോ ഒരു റൺ ദ ആപ്പ് ഫോർ ന്യൂ യൂസേഴ്സ് ഓൺലി. അപ്പം നമ്മൾ അതാണ് ചെയ്യുന്നത്, 6 കോയിൻ കിട്ടും. സോ വ്യൂ ഓഫേഴ്സ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. വ്യൂ ഓഫേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ഓഫർ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രോമിലോട്ടേക്ക് റീഡയറക്റ്റ് ആവും ആപ്പ് എന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പ്ലേ സ്റ്റോറിലോട്ടേക്ക് റീഡയറക്റ്റ് ആവും. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുക. സെയിം പ്രോസസ്സ് 1 മിനിറ്റ് മാത്രം നിൽക്കുക. ഓക്കെ, അപ്പം അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യണം. 1 മിനിറ്റ് പക്കയായിട്ട് എടുക്കണം, വേറെ എവിടെയും പോകരുത്, കാരണം ട്രാക്ക് ആവത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും ഈ ഒരു ആപ്ലിക്കേഷനിൽ 1 മിനിറ്റ് നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച ശേഷം നേരെ ആപ്പിലോട്ടേക്ക് വരിക. ഓക്കെ, അതിന് റീഫ്രഷ് ചെയ്യാം. മേലോട്ട് പോയിട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ 36 കോയിനായി. ഓക്കെ, ഇനി പോയിട്ട് നമുക്ക് വിഡ്രോ അടിക്കണോ? ഓക്കെ, ജസ്റ്റ് 10 മിനിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം
ഇനി പോയിട്ട് നമ്മൾ നേരെ 3 ലൈനിലും ക്ലിക്ക് ചെയ്യുക. സോ വിഡ്രോ എന്നില്ല ആ ഒരു സെക്ഷൻ അടിയിൽ കാണുന്നുണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ കുറേ വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യം Paytm മാത്രമാണ്. എന്തായാലും വിഡ്രോ ഓപ്ഷനിൽ വെച്ചാൽ ബിറ്റ് കോയിൻ, പേയ്പാൽ, Paytm, പിന്നെ വേറെ ഏതോ അറിയാത്തൊരു സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് Paytm എന്നുള്ളടുത്ത് കാണുന്നുണ്ടാവും 25 രൂപ എന്ന് പറയുന്നത് 33 കോയിൻ വേണം. പിന്നെ 56 കോയിൻ 132, 330 കോയിൻ എന്ന് പറയുന്നത് 250 രൂപ. അത് കണക്ക് തന്നെ 660 കോയിൻ എന്ന് പറയുന്നത് 500 രൂപ. അത് കണക്ക് തന്നെ 66 കോയിൻ എന്ന് പറയുന്നത് 50 രൂപ. ഓക്കെ, 132 കോയിൻ എന്ന് പറയുന്നത് 100 രൂപ. സോ നമുക്ക് ഇപ്പോൾ എമൗണ്ട് വെച്ചാൽ 33 കോയിനാണ്. സോ നമ്മൾ അതിന് വിഡ്രോ അടിക്കുകയാണ്. നമ്മൾ Paytm നമ്പർ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ Paytm നമ്പർ കറക്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. സോ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ Paytm നമ്പർ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും നമ്മുടെ ഇന്ത്യൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നില്ല കൊടുക്കുക, വെരിഫൈ ചെയ്യാനാണ്. ഓക്കെ, വെരിഫൈ ചെയ്യാനാണ്. അപ്പം നമ്മൾ ജസ്റ്റ് സെൻഡിങ് OTP എന്ന് കാണിച്ചു തന്നിട്ട് അപ്പം നമുക്ക് OTP വന്നിട്ടുണ്ടാകും. നമ്മുടെ മേലോട്ടേക്ക് നോക്കിയാൽ മനസ്സിൽ ഒരു OTP വന്നിട്ടുണ്ട്. സോ ആ ഒരു OTP ജസ്റ്റ് ഒന്ന് നമ്മൾ 369 അടിക്കാം. 369 എത്ര 633 OTP. സോ അത് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ വിഡ്രോ ആവില്ല, നമ്മൾ വീണ്ടും വിഡ്രോ അടിക്കണം. ഓക്കെ, നമ്മൾ വിഡ്രോ എന്നുള്ള സെക്ഷനിലോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് Paytm നിലെടുത്ത് പോയിട്ട് 25 അതേ സെയിം പ്രോസസ്സ് തന്നെ. ഓക്കെ, അതിനുശേഷം നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ Paytm നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വിഡ്രോ കറക്റ്റ് ആവില്ല. ഒരു 12 മണിക്കൂർ ടു 72 മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് പക്കയായിട്ട് Paytm വാലറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പേയ്മെൻറ്റ് പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നേരെ ഇനി ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 50, 100 എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതേ സെയിം പ്രോസസ്സ് ഏതെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ. ഓക്കെ, അത് കണക്ക് തന്നെ റൺ ദ ആപ്പ് ഫോർ ന്യൂ യൂസേഴ്സ് ഓൺലി, പിന്നെ ഡൗൺലോഡ്, ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ, ഇങ്ങനത്തെ ഓഫേഴ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് ഐലൻഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണെങ്കിൽ നിങ്ങൾക്ക് കോയിനൊക്കെ പക്കയായിട്ട് ആഡ് ആവും. പിന്നെ കറക്റ്റ് ആപ്പ് നിൽക്കണം, അത് വേറെ കാര്യം. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത നല്ലൊരു ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ ചില രജിസ്റ്റർ ആൻഡ് ഓപ്പൺ എന്നില്ലൊക്കെ ഉണ്ടാവും, ചില ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആൻഡ് ഓപ്പൺ എന്നില്ലൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ US നമ്പറും അതേക്ക് തന്നെ ടെമ്പയിലും പറ്റി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അക്കാദമി ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെയെന്ന് വെച്ചാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ പ്രൂഫ് അധികം സെൻഡ് ചെയ്യാറില്ല, ടെലിഗ്രാം ഗ്രൂപ്പ് സെൻഡ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ബോട്ടിലയക്കോ അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ട, ടെലിഗ്രാം ഗ്രൂപ്പ് സെൻഡ് ചെയ്താൽ മതി. കാരണം കുറേ ആളുകൾ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, അവർക്ക് കാണുമ്പോൾ ഒരു ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബെല്ലൈക്കൺ അമർത്തി ഫുൾ സെറ്റാക്കി വെച്ചോളി. ഓക്കെ.